തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ദുരൂഹ സാഹചര്യത്തിൽ നവജാത ശിശു മരിച്ച നിലയിൽ. ബ്യൂട്ടി പാർലർ ജീവനക്കാരിയായ കർണാടക സ്വദേശിനിയുടെ കുഞ്ഞാണ് മരിച്ചത്. യുവതി ജോലിക്കെത്താത്തതിനെ തുടർന്ന് സഹപ്രവർത്തകർ മുറിയിലെത്തിയപ്പോഴാണ് രക്തം വാർന്ന നിലയിൽ യുവതിയെ കണ്ടത്. അമ്മയും കുഞ്ഞിനെയും SIT ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുഞ്ഞു മരിച്ചു. അസ്വാഭാവിക മരണത്തിന് കഴക്കൂട്ടം പോലീസ് കേസെടുത്തു. റിനു ശ്രീധറുണ്ട് വിശദാംശങ്ങളും. റിനു, എപ്പോഴാണ് ഈ കുഞ്ഞിന്റെ മരണം സംഭവിക്കുന്നത്? ഈ സഹപ്രവർത്തകരാണോ ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്? എന്താണ് പോലീസ് നൽകുന്നൊരു വിശദീകരണം ഇക്കാര്യത്തിൽ? ആര്യ, തിരുവനന്തപുരം കഴക്കൂട്ടത്താണ് നവജാത ശിശുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കർണാടക സ്വദേശിയുടെ കുഞ്ഞിനെയാണ്, ഒരു ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ കർണാടക സ്വദേശിയായിട്ടുള്ള യുവതി അവിവാഹിതയാണ്. കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ആയത് കഴക്കൂട്ടത്തേക്ക് ജോലിക്കായി എത്തിയത്. കഴക്കൂട്ടത്തെ ഒരു ബ്യൂട്ടി പാർലറിലെ ജീവനക്കാരിയാണ്. ഇന്നലെ രാവിലെയോടുകൂടി ജോലിക്ക് എത്തുന്നു. തുടർന്ന് ശാരീരികമായി ചില ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു എന്ന് പറഞ്ഞ് തിരികെ വീട്ടിലേക്ക് പോകുന്ന ഒരു സാഹചര്യം, താമസ സ്ഥലത്തേക്ക് പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതിനുശേഷം വൈകുന്നേരം സഹപ്രവർത്തകർ ഈ താമസ സ്ഥലത്തേക്ക് എത്തിയപ്പോഴാണ് ആ യുവതി രക്തത്തിൽ കുളിച്ച് അല്ലെങ്കിൽ രക്തം വാർന്ന നിലയിൽ കാണപ്പെടുന്നത്. സമീപത്ത് കുഞ്ഞ് മരിച്ചു കിടക്കുന്നുണ്ടായിരുന്നു. ഉടൻ തന്നെ സഹപ്രവർത്തകർ ഈ കുഞ്ഞിനെയും അമ്മയെയും തിരുവനന്തപുരം SIT ആശുപത്രിയിൽ എത്തിച്ചു. അപ്പോഴേക്കും കുഞ്ഞ് മരിച്ചിരുന്നു. കഴക്കൂട്ടം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. ഈ കുഞ്ഞിനെ ഏതെങ്കിലും തരത്തിൽ അപായപ്പെടുത്തിയതാണോ എന്നതടക്കമുള്ള സംശയം പോലീസിനുണ്ട്. എന്തായാലും കഴക്കൂട്ടം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. യുവതിയുടെ ആരോഗ്യനിലയിൽ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. എന്തായാലും കുഞ്ഞിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ടായിരിക്കാം. റിനു ശ്രീധറാണ് വിശദാംശങ്ങൾ നൽകിയത്.